ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. നമുക്ക് കുറച്ച് മെല്ലെ സംസാരിക്കാം. ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ അല്ല, പിറന്നാളാണ്. അപ്പോൾ അച്ഛൻ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാം. എനിക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റും അതേപോലെ തന്നെ ചമ്മലും ഒക്കെ ഫീൽ ചെയ്യണു. കാരണം ഇന്നേ വരെ അങ്ങനെ ഒരു ബർത്ത്ഡേക്ക് സർപ്രൈസ് ഗിഫ്റ്റൊന്നും ഞാൻ അച്ഛനും കൊടുത്തിട്ടില്ല, അച്ഛൻ എനിക്കും തന്നിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ബർത്ത്ഡേക്ക് അല്ലാതെ അച്ഛന് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തരാറുണ്ട്. പക്ഷെ ചില റിലേഷൻഷിപ്പിൽ നമുക്ക് ചില ചെറിയ കാര്യങ്ങൾ പോലും തുടങ്ങാൻ ഒരു ചമ്മൽ തോന്നുന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു എനിക്ക്. അപ്പം അങ്ങനെയാണ് എനിക്കിപ്പോൾ. പക്ഷേ ഇന്ന് ഞാൻ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അച്ഛന് വാങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എണീറ്റ് ഇത്ര നേരമായിട്ട് ഞാനും വിഷ്ണു ഒന്നും അച്ഛനെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടില്ല. നമ്മളത് സർപ്രൈസ് ആക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ രാവിലെ എണീറ്റ് അങ്ങനെ ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യാത്തതൊക്കെ വളരെ നോർമലായിട്ടുള്ളൊരു കാര്യം ഇത് കാരണം അച്ഛന് പ്രത്യേകിച്ചൊന്നും തോന്നുന്നൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇന്നൊരു ചെറിയ കേക്ക് വാങ്ങി, കേക്ക് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ വാങ്ങി ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അച്ഛനൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ റാപ്പ് ചെയ്തിട്ടില്ല. ഉച്ചയ്ക്ക് നമുക്ക് വെജിറ്റബിൾ ബിരിയാണിയും പായസവും ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ. അപ്പോൾ അമ്മ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഗിഫ്റ്റൊക്കെ ഒന്ന് റാപ്പ് ചെയ്ത് നമുക്ക് താഴെ പോകാം. വലിയ റിയാക്ഷനൊന്നും അച്ഛനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് അറിയില്ല അച്ഛൻ എന്താ ഫീൽ ചെയ്യുക എന്നുള്ളത്. അച്ഛൻ അമ്മേനേക്കാളും കുറച്ചും കൂടെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ ലെറ്റ്സ് സീ. അപ്പോൾ നമുക്ക് വിഷ്ണുവിൻ്റെ അടുത്തുനിന്ന് ഗിഫ്റ്റ് എടുത്തിട്ട് റാപ്പ് ചെയ്ത് നമുക്ക് താഴെ പോകും. ഹേ വിഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? അച്ഛൻ്റെ അപ്പുറത്തെ റൂമിൽ തരുമോ? ഞാൻ പോയി റാപ്പ് ചെയ്യാം. ഇതാട്ടോ നമ്മുടെ ഗിഫ്റ്റ്. 2 ദിവസം മുന്നേ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. അച്ഛൻ കുളിക്കാൻ വേണ്ടി അപ്പുറത്തെ റൂമിൽ വന്നിട്ടുണ്ട്. അതേ നല്ല സംസാരിക്കണം. ഗിഫ്റ്റ് റാപ്പ് എവിടെ? ഗിഫ്റ്റ് റാപ്പ് വാങ്ങിക്കാൻ മറന്നു. പെട്രോളിൻ്റെ ഗിഫ്റ്റ് റാപ്പ് നമ്മൾ ഗിഫ്റ്റ് റാപ്പിന് വാങ്ങിക്കാൻ മറന്നു. അതുകൊണ്ട് നമ്മൾ പെട്രോളിൻ്റെ ഗിഫ്റ്റ് റാപ്പിലാണ് നമ്മൾ റാപ്പ് ചെയ്യുന്നത്. പെട്രോൾ അല്ല, ഇത് ഏതാ കാർട്ടൂൺ? അമ്മേനോടെ ഞാനൊരു 5 മിനിറ്റിൽ താഴെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വന്നാട്ടോ. ഒരു 1/4 മണിക്കൂറായിട്ട് ഞാൻ താഴത്തേക്ക് വരാതെ ഇപ്പോൾ അമ്മ എന്നോട് വിളിച്ചു ചോദിക്കേണ്ടത് എന്നെ ആരാ ടൈം മാനേജറിനെ വിളിപ്പിച്ചത്. അത്രയ്ക്ക് താഴെയാണ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പൊടിയതാട്ടോ. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വീട്ടിൽ ചെയ്യുമ്പോൾ ഞാൻ സാധാരണ അമ്മയുടെ അടുത്ത് പറയാറുണ്ട്. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പറയും, രോഹിത്തിൻ്റെ അടുത്ത് പറയരുത്, അച്ഛൻ്റെ അടുത്ത് പറയരുത് എന്നൊക്കെ. അമ്മ എന്താ ചെയ്യാൻ അറിയും? അമ്മ പോയിട്ട് അത് ഐശ്വര്യ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, കണ്ടുവെന്ന് അടിക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞുകൊണ്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അമ്മയ്ക്കും ഇത് ഒരു സർപ്രൈസ് ആയിട്ട്. നമുക്ക് മീറ്റിംഗ് ഉണ്ടോ അപ്പോൾ? എപ്പോഴാ? അതിന് ശേഷം നോക്കണോ? എനിക്ക് മെല്ലെ സംസാരിക്കൽ പറ്റുന്നേ ഇല്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഉറക്കം സംസാരിക്കുന്ന ആളല്ലേ. ഇതോടെ വെക്കാം. ഞാൻ താഴെ പോയിട്ട് ആ കേക്കൊക്കെ വെച്ച് റെഡി ആയതിനു ശേഷം, വലിയ കേക്കൊന്നുമല്ല, ചെറിയ നമ്മൾ വാങ്ങി കേൾക്കാം. റെഡി ആയതിനു ശേഷം താൻ വരുമോ താത്തേക്ക്? അച്ഛൻ്റെ 61ാമത്തെ ബർത്ത്ഡേക്ക് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്ലി പതിഞ്ഞ ഗിഫ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. മിടുക്കൻ മരുമോനെ. അച്ഛൻ എന്നും പ്രായത്തിൽ പറയാതിരിക്കണം എന്ന്. ഹേ മമ്മി, ജസ്റ്റ് 12 മണി. മുകളിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അമ്മ എന്നെ കാത്തിരുന്ന് മടുത്ത് ബിരിയാണിക്ക് വേണ്ട സംഗതികളെല്ലാം മുറിച്ചോടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹേയ്, നമ്മുടെ മെയിൻ ആയുധമുണ്ടല്ലോ കയ്യിലൊന്ന് കാണിക്കൂ, കാണിക്കൂ, കാണിക്കൂ. ഇവിടെ എത്ര തുണി ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കിച്ചണിലെ വൃത്തി നിലനിൽക്കുന്നത് ഈ ഒരു തുണിയിലാണ് അല്ലേ. ഇത് അമ്മ നടക്കുമ്പോൾ ഈ തുണി നമ്മുടെ ഒപ്പം നടക്കും. വെള്ളം നനച്ച് അത് നമ്മുടെ വെറും തോന്നല്ല. അതുകൊണ്ട് അമ്മ നാട്ടിൽ നിന്ന് 2 സാരി വളർന്നിട്ടുണ്ട്. എന്നാ നമുക്ക് തുടങ്ങാം. വേർ ഇസ് മൈ ബോയ്? മൈ ബോയ് ഈസ് ഹിയർ. ഞാൻ മൈ ബോയ് എവിടെയും നോക്കി കഴിഞ്ഞപ്പോൾ കുറേ പില്ലോ കിടക്കുന്നത് കണ്ടു. അതിൻ്റെ ഇടയിൽ ഇവിടെ കിടന്ന് ഉറങ്ങണം കേട്ടോ. ശുണ്ടുമണി സ്ലീപ്പിംഗ്. സുന്ദുമണി പണിക്കും. സുന്ദുമണിക്ക് 2 ദിവസമായിട്ട് കിണുങ്ങൽ കൂടുതലാണ്. അറ്റൻഷൻ വേണം ശുന്തുമണിക്ക്. ശുന്തുമണിക്ക് 2 ദിവസമായിട്ട് അറ്റൻഷൻ വേണം. എന്താ ഞാൻ അമ്മ അടുത്ത് പറയാത്തത് അറിയോ? അമ്മയുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും ഒരു സീക്രട്ട് പറഞ്ഞ അതേ ഇരോട്ടോ ഇങ്ങനെ ഉണ്ട് കേട്ടോ, അത് കണ്ട ഭാവം നടിക്കരുതേ കേട്ടോ, സർപ്രൈസ് ആവണം കേട്ടോ. ഇതാണ് നമ്മുടെ ചെറിയൊരു കേക്ക് കേട്ടോ. കഴിഞ്ഞ ദിവസം ഷെറിയറിൻ്റെയും അൻഷിഫിൻ്റെയും ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അന്ന് കട്ട് ചെയ്ത് കൊടുന്ന കേക്ക് തന്നെ ഇവിടെ ഫ്രിഡ്ജിൽ വെച്ച് അവസാനം നമ്മൾ കളയണോ വേണ്ടേ എന്നുള്ള സംശയത്തിൽ കഴിക്കുക ചെയ്തത്. അതുകൊണ്ട് ഞാൻ
ഒരു 2 കൊല്ലം മുന്നേ ഏകദേശം എടുത്തൊരു തീരുമാനമാണ് ബർത്ത്ഡേസിന് നമുക്കധികം ആവശ്യമില്ലെങ്കിൽ കേക്ക് വാങ്ങിക്കേണ്ട എന്നുള്ളത്. അച്ഛൻ കുളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ തിരിച്ചു വരുന്ന വരെ നമ്മുടെ കേക്ക് അവിടെ ഇരിക്കും. നമ്മളിന്ന് വെജിറ്റബിൾ ബിരിയാണിയും പായസം ഉണ്ടാക്കാൻ പോകണം. മാഡം പ്ലീസ് കം ടു ദ സ്റ്റേജ്. വരും ഇങ്ങോട്ട് മടിച്ചു നിൽക്കാതെ കയറി വരും. അപ്പൊ നമ്മുടെ വകന്ന് വെജിറ്റബിൾ ബിരിയാണിയും നമ്മൾ പായസമാണ് ഉണ്ടാക്കണേ. കാരണം ഇപ്പൊ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ഇനി ഓണത്തിന്റെ സെക്കൻഡ് സെലിബ്രേഷനും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓൾറെഡി നമ്മൾ 28-ന് സദ്യ കഴിച്ചു. അപ്പൊ ആർക്കും അങ്ങനെ ഒരു സദ്യ ഫീൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയും പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാൻ എല്ലാം അരിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞതായിരുന്നു. എത്ര കുറച്ച് ലേറ്റ് ആയത് കാരണം അമ്മയ്ക്ക് ഈ പ്രൊഡക്ടിവിറ്റി ആൻസൈറ്റി ഒരാളാവുന്നതുകൊണ്ടും അമ്മ എല്ലാം അരിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അല്ല, അമ്മയെ കുറ്റം പറയണ്ട. എനിക്ക് വളരെയധികം സമയം മാനേജ്മെന്റ് ഇല്ലാത്തത് കാരണം ഞാൻ ഉണ്ടാക്കുന്നത് 1:12 കാലമില്ല. വെജിറ്റബിൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സംഗതികൾ അമ്മോട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി, ഇതെന്താ ബീൻസ്, കോളിഫ്ലവർ, ഉള്ളി, ക്യാരറ്റ്, ജിഞ്ചർ ഗാർലിക്, ഇതിന് നാരങ്ങ അല്ലേ. ഇതൊക്കെ ഏത് അവസരത്തിലുണ്ടെന്ന് അറിയോ? ഞാൻ വീട്ടിലുണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു കൃത്യമായിട്ട് വെജിറ്റബിൾ ബിരിയാണി ഇല്ല, എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന. നെയ്യ് നമ്മുടെ വീട്ടിലില്ല. നെയ്യ് സാധാരണ നമ്മൾ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരാറ് കേട്ടോ. ഇവിടുത്തെ നെയ്യിന്റെ വില കേട്ടിട്ട് നമുക്ക് നെയ്യ് വാങ്ങിക്കാൻ തോന്നാറില്ല. നാട്ടിലെ *3 ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നെയ്യില്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ ബട്ടർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അമ്മ കുക്ക് ചെയ്യണേൽ എന്ത് കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ തോന്നാറെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. എന്ത് അമ്മയ്ക്ക് തോന്നണതിന്റെ മറുപടി? അമ്മ അങ്ങനെ വലിയൊരു പാചകക്കാരിയല്ല. അമ്മ സ്കൂളും വീടും ഒക്കെ നടത്തുന്നതിന്റെ ഇടയിൽ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയിരുന്ന ഒരാളാണെന്നാണ്. അപ്പൊ അത് ചോദിച്ചാൽ അമ്മ എന്തിനാ മറുപടി പറയണമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ പറയും ഇല്ലേ, അമ്മയ്ക്ക് ഒരു കോൺഫിഡൻസ് കുറവാണോ? കാരണം ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് 9:30 അമ്മയ്ക്ക് സ്കൂളിൽ പോകണം. നല്ലോണം ഫുഡ് ഉണ്ട് കഴിക്കുക. അമ്മയ്ക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കി വെച്ചിട്ട് 9:45 സ്കൂളിലെത്തണമായിരുന്നു അല്ലേ. അത് കഴിഞ്ഞ് 4 മണിക്ക് അമ്മ തിരിച്ചെത്തും. എന്നിട്ട് അമ്മ ഡിന്നർ ഉണ്ടാക്കും. ഞാനും രോഹിത്തും അത് കഴിക്കാൻ വേണ്ടി വരും. നെയ്യ് ചൂടാക്കി അതിലോട്ട് നമ്മൾ ഉണക്കമുന്തിരിയും പിന്നെ അതേപോലെ കാഷ്യൂ നട്ട്സ്. ഈ ഒരു വീഡിയോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന ഒരു വീഡിയോ ആയിട്ട് സ്പോൺസർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. എന്നോടല്ല, വിഷ്ണുവിനോടാണ് അമ്മ പറഞ്ഞത്. പണ്ട് മുന്തിരി ഇടാൻ പറ്റി. നമ്മൾ ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണേ. ബ്രൗൺ കളർ വരെ മൂപ്പിച്ചിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് വറുത്തെടുക്കുക. എന്റെ കുട്ടി കരഞ്ഞിറങ്ങിയിട്ട് ബാക്കില്ല. അങ്ങനെയാണ് യുവയുടെ കരച്ചിൽ സ്റ്റാർട്ട് ചെയ്യാൻ. ബിരിയാണി വിഷ്ണു പറഞ്ഞിട്ട് എങ്ങോട്ടാണ് ഈ ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആവശ്യത്തിന് കൂടുതൽ വെള്ളം ചോദിച്ചപ്പോൾ തിളപ്പിക്കാൻ പറ്റിയില്ല. അല്ല, 1 ലിറ്ററേ അറ്റ് ടൈം തിളപ്പിക്കുള്ളൂ. പിന്നെ ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് കൊടുക്കണം. നമ്മള് എന്താ പറയാ, കഴിഞ്ഞ ഒരു വർഷത്തിൽ ചെറിയ 1-2 ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നമുക്ക് 2 പേർക്കും ഒരേപോലെ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയ കാര്യമാണ് ഈ ഒരു കുക്കർ നമ്മൾ വെച്ചത്. ഇതിൽ നല്ല തിളപ്പിച്ചിട്ടുള്ള 100 ഡിഗ്രിയുള്ള വെള്ളാട്ടോ വരിക. അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന സമയം നമുക്ക് ഒരു കുക്കിങ്ങിലും എടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ കെറ്റിലുള്ള പരിപാടി ഇല്ലേ, അത് നമുക്ക് ടാപ്പ് തുറന്നാൽ കിട്ടും. അപ്പോൾ അതൊരു ഭയങ്കര ടൈം സേവിങ് സംഗതിയായിട്ട് നമുക്ക് 2 പേർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. നെതർലാൻഡ്സിൽ ഓൾറെഡി നമുക്ക് വരുന്ന വെള്ളം കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ്. പക്ഷേ ഇതിൽ വരുന്ന ഹോട്ട് വാട്ടർ നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കാൻ പാടില്ല. അപ്പം അതിന് പകരമായിട്ടാണ് നമ്മൾ കുക്കർ വെച്ചത്. കുക്കറിന്റെ ഉപയോഗത്തെ പറ്റി 2 വാക്ക് ബീന ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? കുക്കർ വളരെ നല്ലൊരു ഇതാണ്. കുക്കറിന് എപ്പോഴും നമുക്ക് ചൂടുവെള്ളം കിട്ടുന്നുണ്ട്, നല്ല സൗകര്യമാണ്. പ്രത്യേകിച്ച് കുട്ടിയൊക്കെ ഉണ്ടായപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കഴുകാനും പിന്നെ കുട്ടിക്ക് എപ്പോഴും തിളപ്പിച്ച വെള്ളം വേണല്ലോ, നമ്മുടെ ആവശ്യത്തിനൊക്കെ എളുപ്പമാണ്. നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ട ഒരു വളരെ എളുപ്പമാണ്. നമ്മൾ എന്തിനും അരി ഉണ്ടാക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മുട്ട വേവിക്കുകയാണെങ്കിലോ തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും. പിന്നെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫിലിപ്സിന്റെ ഒരു സംഗതി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ആണ് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുള്ളൂ. ആരെന്തൊക്കെ യന്ത്രം കണ്ടുപിടിച്ചാലും നമ്മൾ അതന്നെ ചെയ്യുള്ളൂ അല്ലേ. അതല്ല പിന്നെ അങ്ങനെ ഒരു ഇഞ്ച് ഞാൻ അങ്ങോട്ട് കൊടുക്കാറില്ല. ഡിഷ് വാഷർ നമ്മൾ സമയം ഏറ്റവും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുള്ളൂ അല്ല മമ്മി? ശീലിച്ചു പോന്നിട്ടുള്ള പണികളാണ് നമുക്ക് എളുപ്പം. മറ്റത് സ്റ്റെറിലൈസ് ചെയ്യുന്ന ബോട്ടിലെടുത്ത് കൊണ്ടുവന്ന് അതിന് വെള്ളം നിറച്ച് ഒരു ഭക്ഷണം ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അത് ഡ്രൈ ആവില്ല.
ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. എനിക്ക് വാങ്ങിയപ്പോൾ തെറ്റ് പറ്റിയത്. എല്ലാ സാധനം പുറത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ ഒക്കെ വെള്ളത്തിലാവും. പിന്നെ അതൊക്കെ തുടച്ചുണ്ടാക്കണം. അതിനേക്കാളൊക്കെ എളുപ്പം. അത് ശരിയാണ്. ഡ്രൈയിങ്ങിന്റെ ഒരു സംഗതി എൻ്റെ ഭാഗത്ത് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഡ്രൈ ചെയ്യണ സാധനമാണ് ഞാൻ നോക്കി വെച്ചത്, പക്ഷെ വാങ്ങിയപ്പോഴേക്ക് മറ്റേതായി പോയി. പിന്നെ അതേപോലെ ഞാൻ നമുക്ക് ചോപ്പർ വാങ്ങിച്ചു തന്നായിരുന്നു. ചോപ്പറും ഡിഷ് വാഷറും ഒക്കെ ഉണ്ടെങ്കിൽ പാത്രം കഴുകി വെക്കും നമ്മൾ നല്ലോണം കൈ കൊണ്ടുണ്ടായിരിക്കും. ഇവിടെയും ചോപ്പറുണ്ട്, പക്ഷെ അമ്മ ചോപ്പറൊന്നും ഉപയോഗിക്കില്ല അല്ലേ. ചോപ്പറൊക്കെ ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടിയുള്ളവർ ഉപയോഗിക്കണം അല്ലേ ബീന ടീച്ചറെ? അത് കട്ട് ചെയ്ത് വരുന്ന കാര്യം കൊണ്ട് ഞാൻ കൈ കൊണ്ടുണ്ടായിരിക്കും. അതൊരു ക്യാരറ്റിന്റെ കഷ്ണം ചെയ്യണം. സദ്യക്കുള്ള സംഗതി അച്ഛനൊന്ന് പിറന്നാളായിട്ട് മുണ്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. മൈ ബോയ് കയ്യും കാലൊക്കെ ഇടിപ്പിച്ചു തുടങ്ങി. ഒന്ന് പോയി അറ്റൻഡ് ചെയ്യട്ടെ കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഒരു വിപ്ലവം ഉണ്ടാക്കും. ഉള്ളി ഞാൻ ഓഫ് ചെയ്തു കേട്ടോ, കാരണം ഉള്ളി ഓൾറെഡി ബ്രൗൺ കളർ ആയിക്കണം. അമ്മനോട് പറയാം കുട്ടിയെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഉള്ളി നോക്കാം. ഞാൻ പാല് കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ വെജിറ്റബിൾ ബിരിയാണി തീരാനായി. ഞാൻ 5 മിനിറ്റ് വരാൻ തോന്നുന്നു പോയതായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നീ ആ റെസിപ്പി എങ്ങനെ ഷെയർ ചെയ്യും? ഹൗ വിൽ ഐ ഷെയർ ദ റെസിപ്പി? ഈ റെസിപ്പി എനിക്കറിയാം കേട്ടോ. ഇതിൽ നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയത് നമ്മൾ വറുത്തത് നമ്മൾ മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ ഇതിൽ ഉള്ളി വഴറ്റി അതിലോട്ട് ക്യാരറ്റും കോളിഫ്ലവറും ബീൻസും ഉള്ളി വഴറ്റില്ല, ആദ്യം വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് ആക്കിയോ അത്ര നേരം കൊണ്ട്? അത് എന്തിനാ മോള് പോയി തിരിച്ചു വന്നപ്പോ അത് പേസ്റ്റാക്കി ചേർത്ത്, പിന്നെ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് ചേർത്ത്, പിന്നെ ക്യാരറ്റ് ബീൻസ് തക്കാളി കോളിഫ്ലവർ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ഇട്ടില്ല, ഉപ്പിട്ടു. ഗരം മസാലയും മഞ്ഞപ്പൊടി ഇടും. ഇനി അത് ഏകദേശം നല്ലോണം വെന്ത് വന്നതിന് ശേഷം ഗരം മസാലയും. പക്ഷെ അത്ര വെന്താ ടേസ്റ്റ് ഇല്ല, കുറച്ച് കടിക്കണം. പച്ചത്തോടണ്ടേ, ജസ്റ്റ് വിട്ടാ മതി. എന്നിട്ട് അതിലോട്ട് നമ്മള് മഞ്ഞപ്പൊടിയും ഗരം മസാലയും ഇട്ടതിന് ശേഷം വെന്ത അരി ഇതിലോട്ട് ചേർത്ത് ഇളക്കും. ബിരിയാണി റെഡി. എന്നൊക്കെ ഒരു കാര്യം ചോദിക്കാണ്ട്, ഇത്ര എളുപ്പമാണെങ്കിൽ എന്തിനാണ് ചെറുപ്പത്തിൽ എനിക്ക് ആ കുമ്പളങ്ങ കറി കൊടുത്തയച്ചത്? പകരം വല്ല വെജിറ്റബിൾ ബിരിയാണി ഒക്കെ കൊടുത്തയക്കായിരുന്നില്ലേ? അനങ്ങിയ കുമ്പളങ്ങ കറി ഉണ്ടാക്കിയിരുന്നു. ഇവിടെ വന്നിട്ട് ഉണ്ടാക്കി. കുമ്പളങ്ങ ഇട്ടാതുണ്ടോ? കുമ്പളങ്ങ ഒഴിവാക്കിയിട്ട് എങ്ങനെ കറി ഉണ്ടാക്കാൻ നമ്മൾ വന്നിട്ട് പഠിച്ചു. നല്ല ടേസ്റ്റുള്ളതാണ്. മോരുകറിയാണ് ഈ കുമ്പളങ്ങ കറി എന്ന് പറയുന്നത്. മോരുകറി നല്ലതാണ്. സാമ്പാർ പോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കറിയാണ് മോരുകറി. നമുക്ക് ഇഷ്ടമല്ലാന്നുള്ളതാണ് ഈ മഞ്ഞക്കറി. ഒരു മഞ്ഞക്കറി എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയാണ് ആ മഞ്ഞക്കറി. ഞാൻ വായോർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇഷ്ടമല്ല. അന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു കേട്ടോ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. ഇപ്പൊ ലോകം മുഴുവൻ അറിഞ്ഞു എനിക്കത് ഇഷ്ടമല്ലാന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിലെത്തിയപ്പോഴും സർപ്രൈസ് ആയിട്ട് അമ്മ എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ട് മഞ്ഞക്കറി. അത് വേണ്ടാന്ന് പറഞ്ഞാലോ സമ്മതിക്കില്ല. കുഴച്ചുരുട്ടി വായിട്ടുള്ളൂ കുത്തിയുടെ കയറി തരും. അപ്പൊ മമ്മി അമ്മ ഭയങ്കര സുന്ദരിയാന്നൊക്കെ ആയിട്ട് എല്ലാവരും പറയുന്നു. തല പൊക്കോ നോക്കട്ടെ സുന്ദരിക്കാരി. അമ്മ എന്നിട്ട് അങ്ങനെ അയക്കുന്ന കമന്റ്സ് ഒക്കെ 2-3 തവണയൊക്കെ വായിച്ചു കേട്ടോ. ഇപ്പൊ വലിയ വെയിറ്റ് ഇട്ട് നിൽക്കണമെന്നേ ഉള്ളൂ. മറ്റേത് സുന്ദരിയാന്നുള്ള സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് വാൾപേപ്പറൊക്കെ ആക്കിയിട്ടുണ്ട്. എന്റെ ഇളക്കാൻ വിളക്കട്ടെ, അതിലാണ് ടേസ്റ്റ് അങ്ങ് വരിക. ഇത് നല്ലോണം എന്തോ എത്ര മതി എല്ലാം വന്നിട്ട് ഒന്ന് കടിച്ചൊക്കെ ഇപ്പൊ നോക്കിട്ട് പറയാൻ പറ്റുന്നതാണ് മനസ്സിലായിട്ടുള്ളത്. എന്താണ് കളി? അങ്ങനൊരു കളി എന്നിട്ട് ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ആവശ്യം വരും തോന്നുന്നു എനിക്ക്. ദിവസമായിട്ട് ഹീസ് എ കിണങ്ങൽ ബോയ്. രാത്രി നമുക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് വരും. നല്ല നല്ല രസമുള്ള അച്ഛനും അമ്മയും എന്നൊക്കെ തോന്നി കുറച്ച് നേരം കളിക്കാന്ന് വിചാരിക്കും. എല്ലാം പിടിച്ചങ്ങടെ ഉറക്കി. എന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു രാവിലെ എണീറ്റപ്പൻ്റെ അടുത്ത്. ഈ കിച്ചണില് അമ്മ വന്നിട്ട് എന്റെ കൊണ്ടുവരണം. എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയെന്നറിയോ? ഒന്ന്, സ്ഥിരമായിട്ട് നമ്മുടെ വേറെ തുണികളെല്ലാം ഒഴിവാക്കി അമ്മ സാരിയിൽ കീറുന്ന തുണി മാത്രമേ ഉപയോഗിക്കുള്ളൂ. എന്താന്നാലും അതിനെ ഉപയോഗിക്കുള്ളൂ. പിന്നെ നമ്മുടെ ഈ ഒരു കോർണറില് നമ്മൾ കുറച്ച് പിന്നെ വേറൊരു ചേഞ്ച് എന്താണെന്നറിയോ? നമ്മൾ ഈ ഒരു കോർണറിൽ കുറച്ച് ചെടിയും പിന്നെ അതേപോലെ നമ്മുടെ കത്തിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞ് അത് കേട്ട വിഷമത്തിലാവുന്നു. ആ ചെടി സ്വയം മരിച്ചു. ആ ചെടി ഗീവപ്പ് ചെയ്ത് കരിഞ്ഞുണങ്ങി നമുക്ക് കളയേണ്ടി വന്നു.
അപ്പോൾ ആ സാധനങ്ങളെല്ലാം നമ്മളിവിടെ നിന്ന് ഒഴിവാക്കി ആ ഫ്രൂട്ട് ബൗൾ മാത്രമാക്കി അമ്മ അവിടെ. പിന്നെ അവിടെ നമ്മുടെ മെയിൻ തുണിയുണ്ട്. അങ്ങനെ പല പരിഷ്കാരങ്ങളും നമ്മൾ ഈ ഒരു കിച്ചണിൽ കഴിഞ്ഞ ഒരു മാസത്തിൽ വരുത്തിയിരുന്നു. തട്ടു തട്ടു ചൂട് ചൂട്. ഇതിൽ തക്കാളി ഇട്ടുണ്ടോ അമ്മ? അപ്പൊ തക്കാളി തക്കാളി ഇഷ്ടം വീണതല്ലേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു പെർഫെക്റ്റ് ബിരിയാണി എൻ്റെ കുക്കിംഗ് അല്ല ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ വേഗം ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിന് നമ്മുടെ തക്കാളിയൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ പച്ചക്കറികളും ചോറും ഇവിടെ കൂട്ടി യോജിപ്പിച്ചിരിക്കുകയാണ്. ഇടയിൽ നമ്മൾ സാധാ ദമ്മിടുന്ന സംഗതികളൊക്കെ തന്നെ കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ. ബിരിയാണി അല്ലേ? ആ, എൻ്റെ മെനുവിൽ ഒട്ടും ഇല്ലാത്തൊരു സംഗതിയാണ് വെജിറ്റബിൾ ബിരിയാണി. വിഷ്ണുവിൻ്റെ അമ്മ വന്ന സമയത്തും ഉണ്ടാക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് അന്ന് ഞാൻ വിചാരിച്ചായിരുന്നു ഇടയ്ക്ക് ഉണ്ടാക്കണം എന്ന്. പക്ഷെ ആ ഫ്ലോ പിന്നെയും പോയി. ബിരിയാണിക്ക് ആകെ വെജിറ്റബിൾസ് അരിയുന്ന സമയമുണ്ട്. ഒരു അടുപ്പത്ത് ചോറ് വെക്കുക, ഒരു അടുപ്പത്ത് വെജിറ്റബിൾസ് വാട്ടുക, ബിരിയാണി ഭയങ്കര എളുപ്പമുള്ളൊരു സംഗതിയാണ്. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ വിഷ്ണു. ഞാൻ പറഞ്ഞുതരാം. എന്താ അറിയാം, ഈ കലക്കി വെച്ചിട്ടില്ല ചോറ് ഇപ്പൊ വെളുത്ത കളറാ, മഞ്ഞൾ തീരട്ടിട്ടില്ല. അല്ല പക്ഷെ അപ്പൊ ആ കളറിന് ഒരു രസമല്ലേ ബിരിയാണിക്ക്? അല്ല, അപ്പൊ ഇവിടെ അങ്ങനെ കുറച്ചൊരു കുഴിയിൽ ഒഴിക്കുക. അപ്പൊ അവിടുത്തെ ചോറ് മാത്രം മഞ്ഞ കളറാവും, ഇവിടുത്തെ ചോറ് മഞ്ഞ കളർ. ഇത് കുറച്ച് അധികം മഞ്ഞ കേട്ടോ അമ്മ. ചോറ് പറയണ്ടേ ഒഴിച്ചേക്കാം. അപ്പൊ എന്താ വെച്ചാല് ആ മഞ്ഞൾ ഇറങ്ങി പോണ ഭാഗത്ത് മാത്രം ചോറ് മഞ്ഞ കളർ വരും, ബാക്കിയുള്ളടത്ത് വെള്ള കളറും ഉണ്ടാവും. മിട്ടിക്ക് നമ്മുടെ കുക്കിംഗ് നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് കലവറയിലോട്ട് കയറുന്നത് രഘുമാഷാണ്. രഘുമാഷിന്റെ വക എന്താണ്? പാലട പ്രഥമൻ അല്ലേ? അച്ഛന് പായസം വയ്ക്കാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ എല്ലാ ദിവസവും അധികം ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ പായസമുണ്ട്. ഇത് തീരുന്നതോടുകൂടെ ഞാനൊരു ഷുഗർ പേഷ്യൻ്റായി മാറുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത്. അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞ് ഷർട്ടും മുണ്ടും ഒക്കെ എടുത്ത് വന്നിട്ടുണ്ടേ. നമുക്കപ്പോൾ കേക്ക് കട്ട് ചെയ്യാം. ഓൾറെഡി നമ്മൾ കേക്ക് എടുക്കണമൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ചമ്മല് അച്ഛൻ്റെ ഭാഗത്ത് ഞാൻ ശ്രദ്ധിക്കും ചെയ്തായിരുന്നു കേട്ടോ. കേക്ക് കട്ട് ചെയ്യാം. Happy birthday to you. Happy birthday to you. Happy birthday dear Acha. Happy birthday to you. എന്താ സ്വന്തം കഴിക്കാനുള്ളത്? ഓ, അച്ഛൻ വെല്ലച്ചനായതിനു ശേഷമുള്ള ആദ്യത്തെ പിറന്നാളാണല്ലോ ഇത്. അച്ഛനെ യുവി വെല്ലച്ച എന്ന് വിളിക്കണം എന്നാണ് കേട്ടോ അച്ഛൻ്റെ ആഗ്രഹം. ഞാൻ അമ്മയുടെ അച്ഛനെയാണ് വെല്ലച്ച എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ യുവിക്കും വെല്ലച്ചനാണ് അച്ഛൻ. ഇനി നമുക്ക് വാങ്ങിയ ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ അച്ഛന്. എനിക്കത് എങ്ങനെയോ കൊടുക്കേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെയധികം കാഷ്വൽ ആയിട്ടാണ് കൊടുത്തത്. അല്ലെങ്കിൽ ഇനി അഭിനയിച്ചൊക്കെ കൊടുക്കണം. എന്തിനാണ് അങ്ങനെ? എനിക്കുള്ളെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അത് ഊതിയില്ല. ഞാൻ ഇപ്പൊ ഒതുക്കോളും. ഒരു അങ്ങനെയല്ല, നമ്മൾ മനസ്സിലൊരു വിഷ് ആലോചിച്ചിട്ട് നമ്മൾ ഊതണം. ഞാൻ നന്നായി വരട്ടെന്ന് പ്രാർത്ഥിച്ചു ഊതി. അച്ഛൻ ഗസ് ചെയ്യും എന്താന്ന്. അങ്ങനെയല്ല, എന്തെങ്കിലും ഗസ് ചെയ്യോ? എന്താണ് അത് കണ്ടിട്ട് തോന്നുന്നത്? ചോക്ലേറ്റ് തുറക്കച്ചൻ വേണ്ടിയിരുന്നൊരു ഗിഫ്റ്റ് അതല്ല, ശരിക്കും ആവശ്യമുള്ള ഗിഫ്റ്റ് ഉണ്ട്. എന്താ പറയോ ചൂണ്ടലോ? ചൂണ്ടല് നടക്കാൻ പോകുമ്പോ ഇവിടേക്ക് ആൾക്കാർ ചൂണ്ടലുണ്ട്. അപ്പൊ അച്ഛനും പറഞ്ഞേക്കാം ഒരു ചൂണ്ടൽ കിട്ടിയ അച്ഛനും കുറച്ചോ ചൂണ്ടലുണ്ടായിരുന്നത്. എന്നാ സമയം പോണെന്ന് അറിയില്ല. രാവിലെ പോയിരുന്ന ഉച്ചവരെ ചൂണ്ടലിട്ടിരിക്കുകയാണ്. ചോക്ലേറ്റ് ആണോ അച്ഛൻ? അച്ഛനത് തൊട്ട് നോക്കിയിട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിക്കുകയായിരുന്നു, നമ്മുടെയൊക്കെ പേരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ ശരിക്കും എന്ത് കുറവല്ലേ. ഞാൻ അമ്മയുടെയും അച്ഛൻ്റെയും പേരൻറ്റിംഗ് നിന്ന് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ലോ എക്സ്പെക്റ്റേഷൻ. ഇന്നേ വരെ ഞാനൊരു കാര്യം തിരിച്ച് ചെയ്യുമെന്ന് ഇവർ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അവർ സന്തോഷം കാണിക്കുക എന്നല്ലാതെ ഇത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ലല്ലോ അങ്ങനെ ഒരു കംപ്ലയിൻറ്റും അവർ എൻ്റെ അടുത്ത് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഭയങ്കര ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ റിലേഷൻഷിപ്പിലും കുറേയൊക്കെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവാത്ത റിലേഷൻഷിപ്പ് ഒന്നും ആയിരിക്കില്ല. പക്ഷെ എന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് ആ റിലേഷൻഷിപ്പിൽ കൂടുതൽ ഹാപ്പി ആവാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഇവരെ കാണുമ്പോൾ എനിക്ക് ആക്ച്വലി തോന്നാറുണ്ട്. ഇങ്ങനത്തെ അവസരങ്ങളിൽ സർപ്രൈസ് ആയിട്ട് അച്ഛൻ രാവിലെ തൊട്ട് വിഷയത്തായിരുന്നു. പക്ഷെ നമ്മുടെ വീട്ടിൽ നോർമൽ ആവുന്നത് കാരണം ആർക്കും ഒന്നും തോന്നിയില്ല. എന്താണ് ഈ ബോയുടെ പ്രശ്നം? ഇവിടുത്തെ എന്റർടൈൻമെന്റ് തീർന്നു. വിഷ്ണുവിന് പിന്നെ ഏരിയയിൽ ആർക്കെങ്കിലും ഒരു ഇലക്ട്രോണിക് സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് സെറ്റപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ ശ്വസിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഇതിന്റെ മുകളിലായിരിക്കും ഒരു 1-2 മണിക്കൂർ. അച്ഛൻ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ യുവിനെ ഉറക്കാൻ ശ്രമിക്കുകയാണ്.
ഞാൻ ഇന്ന് രാവിലെ ഈ ഡസ്റ്റ്ബിൻ ഫുൾ പാർട്സ് ആക്കി എടുത്ത് പുറത്ത് കൊടുന്ന് കഴുകി വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ പ്രസവം കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിരുന്നു. പ്രസവം കഴിഞ്ഞ സ്ഥിതിക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഈ ഡസ്റ്റ്ബിൻ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇതിൽ കിച്ചൺ വേസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കും എല്ലാം ഇടുന്നതല്ല, പിന്നെ വീടിൻ്റെ അകത്തുമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഫുള്ള് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് ടഫാണ്. ബാക്കി നമ്മൾ ഇടയ്ക്ക് അകത്തുനിന്ന് കഴുകും, പക്ഷെ ഇതും ആവശ്യമാണ് തോന്നുന്നു. അച്ഛനെ ഞാനിപ്പോൾ ഏകദേശം ഒരു 30 കൊല്ലമായിട്ട് കാണുകൊണ്ടേ അച്ഛൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് എനിക്ക് അച്ഛനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മേനേക്കാളും എക്സ്പ്രസീവാണ് അച്ഛൻ എന്ന്. അതായത് അച്ഛന് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അച്ഛൻ ചിരിച്ചു സന്തോഷം കാണിക്കുകയൊക്കെ ചെയ്തില്ലേ. എൻ്റെ അമ്മയാണെങ്കിൽ അതുപോലെ ഉണ്ടായിരിക്കില്ല. താങ്ക് യു എന്ന് പറഞ്ഞ് സംഗതി വാങ്ങി ബാഗിലിട്ട് തന്നെ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ഒരാൾ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന പോലെ തോന്നുമല്ലോ. ഇവിടെ പായസം എടുത്ത പാത്രം ശരിയാവാത്തതിൻ്റെ ചെറിയൊരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് കേട്ടോ, നമ്മുടെ പിറന്നാൾ സ്പെഷ്യൽ ലഞ്ച്. ഇത് സേമിയ പായസം, പിന്നെ വെജിറ്റബിൾ ബിരിയാണി, സാലഡ്. ഞാനും അച്ഛൻ്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്നതാണ്. നല്ലൊരു പാത്രത്തിലെടുക്കായിരുന്നു. അച്ഛൻ്റെ പായസത്തിൻ്റെ ഷോ പോരാന്നാണ് അച്ഛൻ പറയണത്. കുറച്ചും കൂടെ നല്ല പാത്രത്തിൽ എടുക്കായിരുന്നു. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പമായിരുന്നു ഉണ്ടാക്കാൻ. എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്യുക എന്നുള്ള പണിയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉണ്ടാക്കലൊക്കെ പടയുന്നായിരുന്നു. വിഷ്ണുവിൻ്റെ അമ്മ കൊടുത്തയച്ച കാന്താരിയും നാരങ്ങയും പിന്നെ വെളുത്തുള്ളിയും വിനീഗറിൽ. നമ്മളവിടെ സുർക്കാന്ന് പറയും കേട്ടോ. നമ്മുടെ മലപ്പുറത്ത് മാത്രമല്ല സുർക്കാന്ന് പറയുള്ളൂ. ഞാൻ ഇവിടെയൊക്കെ സുർക്കാന്ന് പറയുമ്പോൾ അമ്മു ചേച്ചി സുർക്കയെന്ന് ചോദിക്കാറുണ്ട്. വിനീഗർ, അതാണ് നമ്മുടെ സുർക്ക. അപ്പോൾ ഇതിൽ വെളുത്തുള്ളി നാരങ്ങയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് വിഷ്ണുവിൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. കൂടുതൽ മഞ്ഞ കളറല്ലേ? നന്നായിട്ടുണ്ടല്ലോ, നന്നായിട്ടുണ്ട്. നൈസ് ബിരിയാണി. വൈകുന്നേരം 8 മണിക്ക് റിസർവേഷൻ. അച്ഛൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഡിന്നർ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ. ഞാൻ അടുത്ത ബർത്ത്ഡേക്ക് സർപ്രൈസ് തരണം. ഞാൻ ചില പഠിപ്പിച്ചു തരാം എങ്ങനെ സർപ്രൈസ് തരാം. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നുമായിരുന്നേ, ഇത്രയും സർപ്രൈസ് ആയിട്ട് വളരെ കാര്യമായി ഡിന്നറൊക്കെ ബുക്ക് ചെയ്തിട്ട് എന്ത് ലാഘവത്തോടു കൂടെയാണ് ഞാൻ അച്ഛനോട് നമുക്ക് വൈകുന്നേരം ഡിന്നറിന് പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്കറിയില്ല, ചില കാര്യങ്ങൾ പറയാനും ചെയ്യാനും ഒക്കെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ചമ്മലുണ്ടാവുമല്ലോ. ആ ചമ്മലിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സാധാരണ കാണുന്ന എന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ചിലപ്പോൾ കാണാൻ പറ്റാതിരിക്കുന്നത്. ഞാൻ ഫുഡ് കഴിച്ചിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, മുന്നേ അച്ഛൻ കഴിച്ച് എണീറ്റ് അവിടെ നിന്ന് പോകുക എന്നുള്ളൊരു ശീലം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എത്ര അച്ഛൻ മാറി എന്നുള്ളത്. അച്ഛൻ എണീക്കുന്നു, ഇവിടെ കിച്ചണിലൂടെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുന്നു, പാത്രങ്ങളെടുത്ത് ഡിഷിൽ വെക്കുന്നു. ഇവിടെ മാത്രമല്ല കേട്ടോ, നാട്ടിലായിരുന്നപ്പോഴും അച്ഛൻ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 5-8 കൊല്ലമായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിഷ്ണുവിനെ പരിചയപ്പെട്ട കാലം മുതലേ എന്നോ വിഷ്ണു ഇതെല്ലാം ഒരു ഈഗോയും ഇല്ലാതെ ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പോൾ വിഷ്ണു അച്ഛനൊരു മോട്ടിവേഷൻ ആയിട്ടുണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഒക്കെ വരുന്നുണ്ടോ? നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി സുഖമായി കിടന്നുറങ്ങും. എനിക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലം ഭയങ്കര ഇഷ്ടമാണ്. അത്ര നല്ല ഹാബിറ്റ് ഒന്നുമല്ല ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്നത്, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇവനെയും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ പറ്റുകൊണ്ടേ എനിക്ക് ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ ഇഷ്ടമല്ല ഉച്ചയ്ക്ക്. ഭയങ്കര സുഖമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു 2-3 മണിക്കൂറൊക്കെ കിടന്നുറങ്ങും. അപ്പോൾ അങ്ങനെ നാളെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. വിധുവും ആരുഷും പ്രതുവേട്ടനും വരുന്നുണ്ട്. വിധു വിഷ്ണുവിന്റെ സിസ്റ്ററാണ്. പിന്നെ ആരുഷ് നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് എന്ത് സ്നേഹമായിരുന്നു എന്നറിയാം ആരുഷിന് എൻ്റെ അടുത്ത്. ഭയങ്കരമായിട്ട് ബേബി എന്ന് വരും, അവന്റെ ബ്രദറാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അന്നേ നിങ്ങൾ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരുഷ് ഫസ്റ്റ് ടൈം ബേബിനെ മീറ്റ് ചെയ്യുന്നത് എന്തായാലും വ്ളോഗിൽ കാണിക്കണം എന്ന്. അപ്പൊ ഞാൻ ആക്ച്വലി എക്സൈറ്റഡ് ആണ് അവന്റെ ഒരു ഇമോഷൻ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നാളെ ഈവനിങ് അവരെത്തും. അവര് ഓണം ഒക്കെ നമ്മുടെ ഒപ്പം കൂടി കുറച്ച് മെല്ലെ പോകുന്നുള്ളൂ. അപ്പൊ ഇത്തവണ നമുക്കൊരു ഫാമിലി ഓണമാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മളെല്ലാവരും കൂടെ NL ഫാമിലിയിലുള്ള ഒരു ചെറിയ ഓണം ഉണ്ട്. അപ്പൊ ഇവന്റെ ആദ്യത്തെ ഓണം ഗംഭീരമായി സെലിബ്രേറ്റ് ചെയ്യണം തന്നെയാണ് നമ്മൾ വിചാരിക്കണം. അപ്പൊ ഇനി കഥ പിന്നെ പറഞ്ഞിട്ട് നമുക്ക് കിടന്ന് തുടങ്ങാം അല്ലേ? ഒരു ഗുഡ് നൈറ്റ് പഠിക്കണോ? ഒരു ഗുഡ് നൈറ്റ്, ഒരു ഗുഡ് നൈറ്റ്. ഇങ്ങോട്ട് വരാട്ടോ. നമ്മൾ ഇവനെ രാത്രി നമ്മുടെ ഒപ്പം കിടത്താറില്ല കേട്ടോ. കാരണം ഇത് കുറച്ചൊരു കട്ടിയുള്ള ക്വിൽട്ടാണല്ലോ. ഇതെങ്ങാനും മുഖത്തൊക്കെ വീണ് കഴിഞ്ഞാൽ തട്ടി മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് ബ്രീത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി പോകുന്നുള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും രാത്രി
നമ്മുടെ ഒപ്പം കിടത്താറില്ല. കാരണം രണ്ടുപേരും കുറച്ച് ഡീപ് സ്ലീപ്പിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അറിയണമെന്നില്ല, എങ്ങാനും ക്യൂട്ടൊക്കെ ഒരു ആക്സിഡന്റിൽ ഇവന്റെ മുഖത്ത് വീഴൊക്കെയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് രാത്രി ഇവൻ ബാസ്നെറ്റിൽ തന്നെയാണ് കിടക്കാറ്. പിന്നെ നെതർലൻഡ്സിൽ മുന്നേ ഇങ്ങനത്തെ കുറച്ച് കേസസ് ഉണ്ടായിട്ടുണ്ട്, കുട്ടിയുടെ മുഖത്തോട്ട് ക്വിൽറ്റ് കവർ വീണിട്ട് ഒരു ആക്സിഡന്റ് പോലെ. അപ്പോൾ ക്രാംസോർക്ക് വരുന്ന സമയത്ത് അവർ ആദ്യമേ പറയുന്ന കാര്യമാണ്, അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടീനെ ബാസ്നെറ്റിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്രിബിൽ ഒറ്റയ്ക്ക് കടത്തി ശീലിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ നെയ്ത്തനും ഒക്കെ അങ്ങനെ ഒറ്റയ്ക്ക് ക്രിബിൽ കടന്ന് ശീലിച്ച ആൾക്കാരായത് കാരണം ഉറക്കുക എന്നുള്ളത് വലിയൊരു പണിയായിരുന്നില്ല കേട്ടോ. അവരെയൊക്കെ റൂമിൽ നമ്മൾ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് അവരെ പുതപ്പിച്ച് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് നമ്മൾ 2 മിനിറ്റ് റൂമിലൊക്കെ നടന്നു വരുമ്പോഴൊക്കെ അവർ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം എന്നാണ് ഇപ്പം നമ്മൾ വിചാരിക്കണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ച് ബാസ്നെറ്റ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ചിരിക്കണം. അതുതന്നെ എനിക്കിഷ്ടമാണ് അല്ലേ, ബാസ്നെറ്റ് കിടക്കണേ എനിക്കിഷ്ടം. ഇതൊക്കെ ഓരോ പേരൻസിന്റെ താല്പര്യമാണ് കേട്ടോ. ഒപ്പം കടത്തി ഉറക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കാം, ബാസ്നെറ്റിൽ കടത്തി ഉറക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ പേരൻസിന് എന്താണ് കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തിലൊക്കെയാണ് പ്രയോറിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ പാരന്റ് ചെയ്യുക. ഉറങ്ങി എണീറ്റപ്പോഴൊക്കെ അമ്മമ്മയും വെളിച്ചനും വിളിച്ചിട്ടുണ്ടായിരുന്നേ. അമ്മമ്മയ്ക്ക് അങ്ങനെ ഫോണിൽ കൂടെ കുറേ നേരം സംസാരിക്കാനൊന്നും പൊതുവേ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവൻ ജനിച്ചതിന് ശേഷം അമ്മമ്മ എന്നും വെളിച്ചനോട് വിളിച്ചു തരാൻ വേണ്ടി പറയുന്നു, ഇവനെ കാണാൻ വേണ്ടി. എന്നിട്ട് കുറേ നേരം ഫോണിൽ കൂടെ നോക്കി കളിപ്പിക്കുന്നതൊക്കെ കാണാം. ഇനി അധികം വൈകാതെ ഇവർക്ക് നേരിട്ട് കാണാൻ പറ്റട്ടെ. അമ്മമ്മ ഫോൺ വിളിക്കുമ്പോൾ പറയും, യുവിക്കുട്ടനെ കാണാൻ തോന്നുന്നുണ്ടല്ലോ, എടുക്കാൻ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ വിഷ്ണുവിൻ്റെ അമ്മയും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തി ഇവരെല്ലാവരും ഇവൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാണാൻ എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. യുവി ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ബെഡിൽ കിടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക ഈ കാണുന്ന 3 ഫോട്ടോസാണ് കേട്ടോ. കാരണം ഇത് 3ഉം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഈ ഒരു പ്രായത്തിൽ ഇവരുടെ വിഷൻ അധികം ബ്ലറായിരിക്കുമല്ലോ. ഹൈ കോൺട്രാസ്റ്റ് പാറ്റേൺസിനോടായിരിക്കും ഇവർ ഏറ്റവും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവരെ ഫ്ലാഷ് കാർഡ്സ് കാണിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർഡ്സ് കാണിക്കുന്നതൊക്കെ അവരുടെ ഐ മസിൽസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാനും അതേപോലെ തന്നെ ഫോക്കസ് കൂട്ടാനും കോൺസെൻട്രേഷൻ കൂട്ടാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ഇവരെ കാണിക്കുമ്പോൾ ഇവർ കുറച്ച് കാമാവും. കുറച്ച് ദൂരത്തുനിന്ന് വേണ്ടോ കാണിക്കാൻ, ഭയങ്കര ക്ലോസ് ആയിട്ട് കാണിക്കരുത്. ആ ഒരു സമയത്ത് നമുക്കും ചെറിയൊരു റിലാക്സിങ് പീരീഡാണ്. ഈ ഒരു ബെഡ് കിടത്തി കഴിഞ്ഞാൽ ഏകദേശം ഒരു 5-10 മിനിറ്റൊക്കെ യുവി ഈ ഫോട്ടോസ് നോക്കി കിടക്കുന്നത് കാണാം. പിന്നെ നമ്മളെല്ലാവരും ഇവൻ്റെ മുഖത്ത് നോക്കി കുറേ നേരം ഇവനോട് ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് കുട്ടികൾക്ക് പൊതുവേ നല്ലതാണ്, അവർ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുന്നൊക്കെയാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 4 പേരും നന്നായിട്ട് ഇവൻ്റെ മുഖത്ത് നോക്കി നല്ലോണം സംസാരിക്കാറുണ്ട്. 1.5 മണിക്കൂർ ഉറങ്ങി എണീറ്റു. യുവി പാലൊക്കെ കുടിച്ചു. ഇപ്പോൾ ഇക്കിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സമയം 5 മണിയായിട്ടോ. നമുക്കൊരു 6 മണി 6:15 ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. നമ്മൾ ഡിന്നർ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആംസ്റ്റർഡാം സെൻറ്ററിൽ തന്നെയുള്ള ഒരു ഫ്ലോട്ടിംഗ് ചൈനീസ് റെസ്റ്റോറൻറ്റ് എന്ന് പറയും. പേര് കീർത്തി ഓർമ്മയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ച് അങ്ങോട്ട് വെള്ളത്തിലോട്ട് മാറിയിട്ടാണ് ആ റെസ്റ്റോറൻറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മളിന്ന് ഡിന്നർ ബുക്ക് ചെയ്തിട്ടുള്ളത്. അമ്മയും അച്ഛനും ഇത്തവണ വന്നിട്ടുണ്ടല്ലോ, എവിടെയും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. എനിക്കതുകൊണ്ട് കുറച്ച് അവർ വീട്ടിൽ തന്നെ ആയിരുന്നു അധികം. ജസ്റ്റ് നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോകുമ്പോൾ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഡ്രസ്സ് വാങ്ങിക്കാൻ ഇവിടെയുള്ള ഒരു മോളിലോ മാർക്കറ്റിലോ അങ്ങനത്തെ ചെറിയ ചെറിയ പോക്കേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴാണ് ഞാൻ ഓൾമോസ്റ്റ് അല്ല, ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി റിക്കവർഡ് ആയിട്ടോ. 6 ആഴ്ച കഴിഞ്ഞില്ലേ. ഇപ്പം എനിക്കങ്ങനെ പെയിനോ അല്ലെങ്കിൽ നടുവേദന അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. ആവശ്യത്തിലേറെ റെസ്റ്റ് എൻ്റെ ബോഡി എടുത്തു. എൻ്റെ ഫൈനൽ ചെക്കപ്പ് കഴിഞ്ഞു. അതിൽ ഞാൻ കംപ്ലീറ്റ്ലി റിക്കവർഡ് തന്നെയാണ്. അപ്പോൾ ഇനി അമ്മേനെയും അച്ഛനെയും കൊണ്ട് ഒരു ദിവസമെങ്കിലും ഒരു സ്റ്റേ ബെൽജിയോ ജർമ്മനി എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നുണ്ട്. അല്ലെങ്കിൽ അവരെ എവിടെയും കാണിക്കാൻ പറ്റാതെ ആകുമ്പോൾ എനിക്കൊരു വിഷമം. അപ്പോൾ ഇന്ന് നമുക്കതുകൊണ്ട് ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരാം. അച്ഛന് കയ്യിന് ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവനെ കുറേ നേരം എടുത്തേക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയാണ് അവരുടെ ഇൻട്രാക്ഷൻ പീരിയഡ്. ഇവിടെ മുന്നേ ക്രിക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അച്ഛനും അമ്മയും വന്നതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ ന്യൂസും കേൾക്കാം അധിക സമയത്തും. ഹേ മമ്മി പോണ്ട, ചായ കുടിച്ചോങ്ങളും. ഇപ്പൊ ഇവിടെ എത്ര ചായകളാന്നറിയോ? അച്ഛന് കുറേ നേരം എടുത്ത് കാപ്പിയാണോ അച്ഛൻ? അച്ഛൻ മാറിയോ? പാൽ ചായ. ഇത് പാലാണോ? അമ്മയ്ക്ക് പാൽ ചായ. അതൊക്കെ പാല്
കുടിക്കല്ലേ തന്നെ. എനിക്ക് ചായയുടെ അതായത് ചായപ്പൊടി ഇല്ലേ, അത് വയറിന് അത്ര നല്ല സംഗതിയല്ലല്ലോ. എനിക്ക് ഓൾറെഡി വയറിന് അധികം പ്രശ്നമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മ പാലാക്കിയതാണ്. പാലും ഞാൻ അത്ര ബെസ്റ്റ് സംഗതി ഒന്നുമല്ല എനിക്ക് വയറിന്. പക്ഷെ ഇടയ്ക്ക് എനിക്ക് സീസണൽ ആണ് കേട്ടോ, ഇടയ്ക്ക് എനിക്ക് ഒട്ടും പറ്റില്ല വയറിന്. അപ്പം ഞാൻ ലാക്ടോസ് ഇൻടോളറൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഇടയ്ക്ക് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. അപ്പം ഞാൻ പാൽ കുടിച്ചിട്ട് വരാം. ചിയേഴ്സ്. ആ ഇങ്ങനൊരു വെള്ളം ഉണ്ട് ഇവിടെ, അത് അമ്മ തന്നെയാണല്ലോ കുടിക്കണം. ഇപ്പോൾ ഏഷ്യനെറ്റ് ന്യൂസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാ അമ്മ ഉള്ളത്? പെരുംജീരകം, ഒരു പാത്രം വെള്ളം എടുക്കുക, അതിൽ ഒരു സ്പൂണ് പെരുംജീരകം, ഒരു സ്പൂണ് ഉലുവ, പിന്നെ ഒരു സ്പൂണ് അയമോദകം, ഒരു സ്പൂണ് സാദാ ജീരകം, 4 എണ്ണം ചേർത്തിട്ട് നല്ലോണം വെട്ടി തിളപ്പിക്കുക 5 മിനിറ്റ്. എന്നിട്ട് സിമ്മിലിട്ട് കുറച്ച് നേരം കൂടെ തിളപ്പിക്കുക. 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു നല്ലോണം അതുകൊണ്ട് ഇതിന്റെ വീക്കി ഇറങ്ങണ വരെ തിളപ്പിക്കുക. 5-10 മിനിറ്റ് തണുത്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാ. ഇതുണ്ടല്ലോ പാലുണ്ടാവാൻ നല്ലതാന്ന് പറഞ്ഞ് കുടിച്ചു തുടങ്ങിയതാണ്. പാലുണ്ടാവുണ്ടോ ഇല്ലേന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ വയറിന് കിടിലൻ സാധനം, അസിഡിറ്റി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലുള്ളത് മറ്റേ പെരുംജീരകം, സാദാ ജീരകം, അയമോദകം, ഉലുവ, ഇതെല്ലാം വയറിന് നല്ല സംഗതികളാണല്ലോ. അതുകൊണ്ട് വയറിന് അടിപൊളിയാണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കി വെക്കും. ഞാൻ കുടിക്കില്ല, അമ്മ കുടിക്കും. അങ്ങനെ പിന്നെ ഉണ്ടാക്കും. നമ്മുടെ ടൂള് നോക്ക് കയ്യിൽ. ഇത് അമ്മ അവിടെ ഇവിടെ ഇങ്ങനെ തുടച്ചോണ്ടിരിക്കും. ഈ ടൂള് വിട്ടൊരു കളിയില്ല. ചെറിയ മഴയൊക്കെ പെയ്യാൻ വരുന്നുണ്ട്. കുറച്ചു നേരം നിങ്ങളുടെ ഒപ്പം നടന്നൊന്ന് വർത്താനം പറഞ്ഞതിന് ശേഷം പോയി റെഡിയാവാന്ന് വിചാരിച്ചേ. ഇപ്പം ഏകദേശം ഒരു 10 ദിവസമൊക്കെ ആയി തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഞാൻ മനഃപൂർവ്വം ഒരു ചെറിയ ബ്രേക്ക് എടുത്തതായിരുന്നു കേട്ടോ. കാരണം നമുക്ക് എത്ര ഇഷ്ടമുള്ള കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തില്ലെങ്കിൽ നമുക്കതൊരു പണിയായിട്ടോ എക്സ്ഹോസ്റ്റഡ് ആയതുപോലെയൊക്കെ തോന്നും. അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്താൽ കൂടുതൽ നന്നായി നമുക്ക് ചെയ്യുന്ന കാര്യം ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ കൂടുതൽ നന്നായി ചെയ്യുന്ന കാര്യം ചെയ്യാൻ വേണ്ടി എടുത്തൊരു ചെറിയ ബ്രേക്കായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെയൊക്കെ എനർജൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബ്രേക്ക് എഫക്റ്റീവായിരുന്നു. ഞാനുണ്ടല്ലോ ഈ കുളി കഴിഞ്ഞാൽ എൻ്റെ മുടിയിൽ നിന്ന് ഇങ്ങനെ എണ്ണ ഇറങ്ങുന്ന ഒരു സ്വഭാവം എൻ്റെ മുടിക്കുണ്ട്. എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ സ്കിന്നും സ്കാൾപ്പ് ഭയങ്കര ഓയിലി സ്കാൾപ്പുമാണ്. അപ്പോൾ ഇത്തവണ ഞാൻ വളരെയധികം ഗവേഷിച്ച് വായിച്ചു നോക്കി. ഞാനൊരു 2-3 പ്രൊഡക്ട്സ് ഒക്കെ കുളി കഴിഞ്ഞതിന് ശേഷവും കുളിക്കുന്ന സമയത്ത് ഷാമ്പു ഒക്കെ ഒന്ന് മാറ്റി നോക്കിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല ഗുണം ഉണ്ടായിട്ടുണ്ട്. 3-ാമത്തെ ദിവസമായിരുന്നു സാധാരണ എൻ്റെ മുടിയിൽ ഇത്ര ഓയിൽ വരിക. ഇപ്പോൾ ഇത് കുളിച്ച അടുത്ത ദിവസം തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ മുടിയിൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ബ്രസീലിയൻ ബ്ലോ ഡ്രൈയോ അല്ലെങ്കിൽ കെരാറ്റിനോ എന്തെങ്കിലുമൊക്കെ എടുക്കാറുണ്ടല്ലോ. കാരണം എൻ്റെ മുടി ഇങ്ങനെ പിരിപിരിതന്നെ ഇരിക്കുന്ന മുടിയാണ്. അപ്പോൾ അത് കേളി ഹെയർ ആക്കി കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ കുറേ നമ്മൾ കുളിക്കുന്ന സമയത്ത് ടേക്ക് കെയർ ഒക്കെ വേണമല്ലോ. അത്രയൊന്നും എനിക്ക് വയ്യ. അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് കുളി ഷാമ്പൂവും ബ്ലോ ഡ്രൈയും കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളും. പക്ഷെ ഇപ്പോൾ നമ്മുടെ പ്രഗ്നൻസി പീരീഡിലും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കലാവിരുദ്ധകളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ 3-4 ദിവസം കൂടുമ്പോൾ കുളിക്കുക, മുടി സ്ട്രെയിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര മെനക്കേടായി തോന്നുകൊണ്ട് ട്രൈ ചെയ്തതാണ്. പക്ഷെ ചീറ്റിപ്പോയി. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഇവിടെ ഇന്ത്യൻ എംബസിയിൽ നമ്മളന്ന് എന്താ പറയുക, ഇവൻ്റെ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ പോയിരുന്നല്ലോ. അതിലൊരു ഡോക്യുമെൻ്റ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ ഇന്ത്യൻ എംബസിയിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് എന്തോ ഭാഗ്യത്തിന് നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തതായിരുന്നു. ആ അപ്പോയിൻമെൻറ്റിൽ കാര്യങ്ങളൊന്നും നടക്കാത്തത് കാരണം രണ്ടാമതൊരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി നമ്മൾ പഠിച്ച പണി 18 നോക്കി ഒരു രക്ഷയില്ല കിട്ടാൻ വേണ്ടിയിട്ട്. അച്ഛൻ്റെ നാട്ടിലെ ഹോൾഡൊക്കെ വെച്ചിട്ട് നാട്ടിൽ 1-2 ഹോൾഡുള്ള ആൾക്കാരുടെ വഴി ഇങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും എംബസിയിലൊരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മെയിൽ അയപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കി എല്ലാം ചീറ്റിപ്പോയി കേട്ടോ. അങ്ങനെ അവസാനം വിഷ്ണു എല്ലാ ദിവസവും രാവിലെ എണീറ്റ് അവർക്ക് മെയിൽ അയച്ചും കൊണ്ടേ ഇരിക്കുമായിരുന്നു. നമുക്ക് നാട്ടിൽ പോകണം, വിഷ്ണുവിൻ്റെ പേരൻസ് ഇതുവരെ കുട്ടീനെ കണ്ടിട്ടില്ല, വിഷ്ണുവിൻ്റെ ഗ്രാൻഡ് പേരൻസും എൻ്റെ ഗ്രാൻഡ് പേരൻസും ഒക്കെ വളരെ ഓൾഡാണ്, അവർക്കൊക്കെ കുട്ടീനെ കാണണം, ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ദയവ് ചെയ്തൊന്ന് കൺസിഡർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നും രാവിലെ 8 മണിക്ക് ഇമെയിൽ അയക്കുമായിരുന്നു. അത് ഫലം കണ്ടു. നമുക്ക് ഇന്നലെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുകയാണ്. അതായത് ഇന്നലെയാണ് അപ്പോയിൻമെൻറ്റ് കൺഫേം ആയത്. നാളെ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി പോവുക. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഒക്ടോബർ അമ്മയും അച്ഛനും നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോകണം എന്നൊക്കെയാണല്ലോ വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ നമ്മൾ കുറേ ദിവസം ഇവിടെ നിൽക്കേണ്ടി വരും, ഒറ്റപ്പെടും, വിൻ്ററാവും. ഇവനെ ഗ്രാൻഡ് പേരൻസിന്, അതായത് അമ്മമ്മേനെയും വല്ലച്ചനെയും കാണിക്കാൻ പറ്റില്ല, വിഷ്ണുവിൻ്റെ പേരൻസിനും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു അയ്യോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അത് ഇന്നലെ അങ്ങോട്ട് മാറി. ഇനി നാളെ പോയി നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒന്നും കൂടെ സബ്മിറ്റ് ചെയ്ത് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ പാസ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇവരുടെ ഒപ്പം അല്ലെങ്കിൽ ഇവർ പോയിട്ടൊരു
ഒരാഴ്ചയുടെ ഉള്ളിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതെന്തായാലും വളരെ നല്ല ഒരു കാര്യമായി. അങ്ങനെ അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്, നമുക്ക് അകത്ത് പോവാം. ഞാൻ കുറച്ച് നേരം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി മാറി വന്നതായിരുന്നു. കുറേ ദിവസമായില്ല ഇങ്ങനെ ക്യാമറ നോക്കി ഇങ്ങനെ വർത്താനം പറഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ അകത്ത് പോയി റെഡിയാവാൻ നോക്കട്ടെ. വിഷ്ണു മീറ്റിങ്ങിലാണ്. വിഷ്ണുവിൻ്റെ മീറ്റിംഗ് കഴിയുമ്പോഴേക്ക് നമുക്ക് എല്ലാവർക്കും റെഡിയാവാം. അച്ഛാ റെഡിയാവാം? അമ്മ റെഡിയാവാം? ഇപ്പോഴത്തെ റെഡിയാവൽ തന്നെയാണ്. ആദ്യം അമ്മ റെഡിയാവണം, ഞാൻ റെഡിയാവണം, ഞാൻ ലേറ്റ് ആവും. അപ്പോഴേക്ക് യുവി ഒന്ന് മൂത്രം വയ്ക്കും, അപ്പോഴേക്ക് ഡയപ്പർ ഒന്നും കൂടെ മാറ്റണം, അപ്പോഴേക്ക് വിശന്ന് കരയും, അപ്പോൾ ഒന്നും കൂടെ മാറ്റണം. അതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് ഒരു ദേഷ്യം വരും, ഇക്കൊരു ദേഷ്യം വരും, അമ്മയ്ക്കൊക്കെ ദേഷ്യം വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് റെഡിയായി ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 മണിക്കൂർ മുന്നേ പ്ലാൻ ചെയ്യണം. നിങ്ങൾ പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും മമ്മി? ഞങ്ങൾ അനാഥരാണ്. എന്ത് ചെയ്യും മമ്മി? നോക്കിയിട്ട് പഠിക്കന്നെ ഒക്കെ നടക്കും. ജനിക്കുമ്പോൾ ആരൊന്നും പഠിക്കണില്ല, പിന്നെ എല്ലാവരും പഠിച്ചെടുക്കുന്നതാണ് എല്ലാ ആക്ടിവിറ്റീസും. പൊളിക്കുള്ള ഡയലോഗ് ഇതുണ്ടല്ലോ. ഇത് ഇവന് യുവിക്ക് ഇപ്പോൾ പാകം അല്ലാത്ത ഡ്രസ്സ് 1-2 തവണ ഡ്രസ്സ് ഞാനിങ്ങനെ മാറ്റി വെക്കുകയാണ്. ഇതെല്ലാം അയൺ ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഡൊണേറ്റ് ചെയ്യണം. ഞാൻ അധികം ഡ്രസ്സ് അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ കുറച്ച് ഡ്രസ്സ് നമുക്ക് വാങ്ങിക്കാം. അവൻ്റെ സൈസ് പിന്നെയും വലുതായിട്ടുണ്ട്. ഇന്ന് പതിവിൽ വിപരീതമായി ഞാൻ റെഡി. ഇതേ യുബി റെഡി. ഹേ യുബി, നീ എങ്ങനെ ഇത്ര സുന്ദരനായത്? നീ എങ്ങനെയാടാ സുന്ദരനായത്? നീ എങ്ങനെയാ സുന്ദരനായതെന്ന് പട ഊവി. അപ്പോൾ ഞങ്ങൾ റെഡി. ഇനി വിഷ്ണു കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. അമ്മയും അച്ഛനും എപ്പോഴോ റെഡി. നമുക്കിനി ഇവന്റെ ഡയപ്പർ ബാഗ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതിലെപ്പോഴും എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കാറുണ്ട്. അവസാനം ഇറങ്ങാൻ നേരത്ത് നമ്മുടെ വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പൊ അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ ബാഗ് ഇസ് റെഡി. അങ്ങനെ ഞാൻ റെഡി. അമ്മേ എന്തായിരുന്നു അത്, ഒരു ഇടിച്ചു കയറാൻ. അങ്ങനെ ഞങ്ങൾ റെഡി അല്ലേ? ഹൗ വാസ് യുവർ ഡേ? ടയറിംഗ് ആയിരുന്നോ? നല്ല ബിസി ഡേ ആയിരുന്നു. നാളെ വരില്ലേ ആരുഷ്? എക്സൈറ്റഡ് ആണോ? ഞാൻ ആരുഷ് മീറ്റ് ചെയ്യുന്നതിൽ കുറച്ച് എക്സൈറ്റഡ് ആണ്. വിധുവിന് വലിയ എക്സ്പ്രഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. വിധു ഹലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യം പറയണ പോലെ ബെയിലി എവിടെയാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ? ബെയിലിനെ നമ്മൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാട്ടോ ആക്കിയിട്ടുള്ളത്. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീടും പിന്നെ ഒപ്പം അവരിങ്ങനെ എന്താ പറയുക, ആരെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അവരിങ്ങനെ പട്ടിക്കുട്ടന്മാരെയൊക്കെ നോക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അവിടെയാണ് ആക്കിയിട്ടുള്ളത്. രോഹിത് വീട്ടിലുണ്ട്, പക്ഷെ എന്നാലും രോഹിത് എപ്പോഴും വീട്ടിലുണ്ടാവണമെന്നില്ലല്ലോ. അവൻ്റെ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ബെയിലിക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് നോക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടാക്കാന്ന് വിചാരിച്ചത്. അപ്പം ഇന്ന് അവിടെ അപർണയും അനുവും ഒക്കെ പോയിട്ട് ബെയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബെയിലിക്ക് അറിയില്ലല്ലോ അച്ഛനും അമ്മയൊക്കെ 3 മാസം കഴിഞ്ഞാൽ തിരിച്ചു വരും എന്നുള്ളതൊന്നും. അപ്പോൾ ഇന്ന് അവരെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. ഇതിന് ശേഷം ഞാൻ കൊടുക്കാം. നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ വന്നതായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമോ ഭാവോ എന്തൊക്കെയോ തോന്നി. എന്തായാലും 1 മാസം കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് തന്നെ വരുമല്ലോ. അമ്മയും അച്ഛനും പോകാനായി. ഇനി 1 മാസം കൂടി കഷ്ടിയുള്ളൂ. ചേടാ അച്ചടാ ഓർമ്മണ്ടോ? നോക്കട്ടെ ഒന്ന് പാലോക്കൂ. ഇവിടെ നമ്മൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഫ്ലൈറ്റ്സ് പാടത്തു കൂടെ പോകുന്നത് കാണാം കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ? ചുമ്മാ പറഞ്ഞാണ്. ഇത് ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. കാർഗോ ഫ്ലൈറ്റ്സ് ഇതേ ഇവിടെയാണ് ലാൻഡ് ചെയ്യുക. അങ്ങനെ ആംസ്റ്റർഡാം സെൻട്രൽ എത്തിയിരിക്കുകയാണ്. എത്ര കാലം ഇവിടെ വന്നിട്ട്. ഇവിടെ നമ്മൾ തിരിയുമ്പോഴേ സൈക്കിളിലാണ് പ്രയോറിറ്റി നമുക്കാണ്. ഇവിടെ ഇവിടെ ആരോ അല്ലേ? ആരോ ആകുമ്പോൾ യൂഷ്വലി നമുക്കാണ് പ്രയോറിറ്റി. അല്ല, അവർക്ക് പ്രയോറിറ്റിക്ക് വേണ്ടിട്ട് തനിക്ക് അവർ നിർത്തും അവിടെ. അവർക്ക് സിഗ്നൽ ഉണ്ടായിരിക്കില്ല. കണ്ടോ, എൻ്റെ അടുത്ത് പല ഡൗട്ട്സ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഞാൻ പാവൽ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കും.
ഈ കാറിൻ്റെ ബാക്കിലെ ഒരു കാർ സീറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും രണ്ടാൾക്കാർക്കും കൂടെ ഇരിക്കാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. അതുകൊണ്ട് എനിക്കറിയാവുന്ന മലയാള ഭാഷയിൽ മുഴുവൻ ഞാൻ ഇവരോട് ആരോടെങ്കിലും ഒരാളുടെ ഫ്രണ്ടിലോട്ട് ഇരിക്കാൻ പറഞ്ഞു, ഞാൻ ബാക്കിലോട്ട് ഇരിക്കുക എന്നുള്ളത്. പക്ഷെ ഞാനിപ്പോഴും കംപ്ലീറ്റ്ലി റിക്കവർഡ് ആയിട്ടില്ല. സുഖമായിട്ടിരിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ എന്നെ നിർബന്ധിച്ചപ്പോഴും ഫ്രണ്ട് കയറ്റും. അപ്പോൾ അടുത്ത തവണ ഇനി ഇംഗ്ലീഷിലോ ഹിന്ദിയോ ഒക്കെ പറഞ്ഞു നോക്കാം ഫ്രണ്ടിൽ വന്ന് കയറാൻ വേണ്ടി. ഇവിടെ സെൻറ്ററത്ത് യൂഷ്വലി പാർക്കിംഗ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മളെപ്പോൾ വരുമ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് എടുക്കാറ്. പക്ഷേ ഇപ്പോൾ ഇവ ഉള്ളതുകൊണ്ട് അതൊരു ഓപ്ഷനല്ല. ഞാൻ ഇങ്ങോട്ടേക്കാണ് നടക്കണേ. ഇവിടെ ഇപ്പോൾ മണിക്കൂറിന് €7.50 പാർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇവിടെ സെൻറ്ററത്ത് യൂഷ്വലി ഭയങ്കര എക്സ്പെൻസീവ് ആണ് പാർക്കിംഗ്. നമ്മൾ ഓരോ സ്ഥലത്ത് വരുമ്പോൾ ലിഫ്റ്റ് ഉണ്ടോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, കണ്ടോ? അപ്പോൾ നമ്മൾ എടുത്ത് കയറണം. നമ്മൾ ആദ്യമായിട്ട് സെൻറ്ററും കാണുകയാണേ അല്ലേ? സെൻറ്ററത്ത് വരുന്നതാണ് എണ്ണും എണ്ണീണ്ടാണ്. എണ്ണും നമ്മുടെ മുമ്പിൽ എണ്ണീന്നതല്ലേ. എന്നും കുമ്പേലാവുമ്പോൾ സെൻറ്ററിന്ന് കേട്ടിരുന്നു. അപ്പോഴാണ് കാണാൻ പറ്റിയത്. വിഷ്ണു ഓടുകയാണ്, കാരണം 8 മണിക്കാണ് നമ്മുടെ റിസർവേഷൻ. ആക്ച്വലി നമ്മൾ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ടേബിളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ 8 മണിക്ക് റിസർവേഷൻ തന്നായിരുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നതെന്നറിയോ? ഇത് കുറച്ച് അകത്തോട്ടാണ് നമ്മുടെ ബിൽഡിങ് നിൽക്കുന്നത്. അടിയിൽ എങ്ങനെയാണ് ഒരു ബിൽഡ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്ര ഡെപ്ത് ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് എന്ന് വിളിക്കാൻ കാരണം. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിൽക്കാൻ, ചെറിയ കാറ്റൊക്കെ ആയിട്ട്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് സീ പാലസ് എന്നാട്ടോ. അകത്തോട്ട് കയറിയാൽ നമുക്ക് പെട്ടെന്ന് ചൈനയിലെത്തിയതുപോലെയൊക്കെ തോന്നും. നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അധികം ഒരു 1 വീക്ക് മുന്നെങ്കിലും നമ്മൾ റിസർവ് ചെയ്താലാണ് കേട്ടോ ടേബിളൊക്കെ കിട്ടുള്ളൂ. ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ മാനേജറാണ് ഫസ്റ്റ് ടൈം എനിക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഭയങ്കര ഒതൻറ്റിക് ആയിട്ടുള്ള ചൈനീസ് ഫുഡ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അന്ന് വന്ന് കഴിച്ചപ്പോഴും ഓക്കെ ആയിരുന്നു, അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഒതൻറ്റിക് ആയിട്ടുള്ള ചൈനീസ് ഫുഡ് ഞാൻ ചൈനയിൽ പോയി കഴിക്കാത്തത് കാരണം എനിക്ക് അത്ര വലിയ അറിവില്ല അതിൻ്റെ ടേസ്റ്റിനെ പറ്റിയിട്ട്. നമ്മൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ മെയിൻലി ഞാൻ ഡക്കും പോർക്കുമാണ് കേട്ടോ മെനുവിൽ കണ്ടത്. നമ്മളൊരു ഫ്രൈഡ് റൈസും ഒരു ഫ്രൈഡ് നൂഡിൽസുമാണ് പറഞ്ഞത്. പിന്നെ ഒരു കൊയ് കൈ പറഞ്ഞു, ഒരു ചിക്കൻ. പിന്നെ താങ്കൾ പറഞ്ഞത് ബീഫ്. നമ്മളിപ്പോൾ 3-4 തവണയാണ് യുവിനെയും കൊണ്ട് പുറത്തു പോയിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. അവൻ എന്താ പറയുക, പ്രോപ്പറായിട്ട് എണീക്കും, പാല് കുടിക്കും, പിന്നെ കിടന്നുറങ്ങും. അങ്ങനെ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. ഇന്നും അവൻ എണീറ്റു കുറച്ച് പുതിയ കാഴ്ചകളൊക്കെ കണ്ട്. എനിക്ക് തോന്നി റെഡ് കളേഴ്സൊക്കെ ചുറ്റും കണ്ടിട്ടേ കുറച്ചധികം കണ്ണ് ഉരുട്ടി നോക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പിന്നെ അവൻ കിടന്നുറങ്ങി. ഡിന്നറൊക്കെ കഴിയാൻ നേരത്താണ് അവൻ എണീറ്റ്. ഇതെല്ലാമാണ് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം. നേരത്തെ പറഞ്ഞതുപോലെ നൂഡിൽസ് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ ഫ്രൈഡ് ഡംപ്ലിംഗ്, പ്രോൺ ക്രാക്കേഴ്സ്, അങ്ങനെ ഈ കാണുന്ന സംഗതികളെല്ലാം ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് ഞാൻ കഴിക്കുന്നുണ്ട്, എനിക്ക് വയറ് നിറഞ്ഞു. ഞാനപ്പോ ഒരു വീഡിയോഗ്രാഫറായിട്ടൊപ്പം കൂടിക്കൊണ്ട് എനിക്കുണ്ടല്ലോ കഴിച്ചിട്ട് ഇപ്പൊ എന്റെ എപ്പിറ്റേറ്റ് വളരെയധികം കുറവാണ് മുന്നത്തെക്കാളും. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് വയറ് നിറയും. കഴിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ച് കുറ്റം പറയാം കേട്ടോ. കുറ്റമായിട്ടല്ല, പക്ഷെ നല്ല ഓയിലി ആയിരുന്നു ഫുഡ്. അതുകൊണ്ട് കുറച്ച് കഴിക്കുമ്പോഴേ വയറ് നല്ലോണം നിറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡിന്നറെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരത്തെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 9:30 ആയിട്ടേ ഉള്ളൂ. ഇനി മുന്നോട്ട് പോകുന്തോറും സൺസെറ്റ് എല്ലാം നേരത്തെ ആവും, ഇരുട്ടൊക്കെ കുറച്ച് നേരത്തെ ആവാൻ വേണ്ടി തുടങ്ങും. പുറത്ത് ചെറുതായി തണുപ്പും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. എത്ര വലിയ റെസ്റ്റോറൻറ്റാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇവിടെയും ലിഫ്റ്റ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ സ്ട്രോളർ 2 പാർട്ടൊക്കെ എടുത്തിട്ട് വേണം സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. രാത്രി ആയി കഴിഞ്ഞാൽ ആംസ്റ്റർഡാമിനൊരു പ്രത്യേക ഭംഗിയാട്ടോ, നല്ല ലൈറ്റ്സും ഒക്കെ ആയിട്ട്. മുന്നേ ഞാനും വിഷ്ണുവും പ്രതുവും ഗീതും ഒക്കെ രാത്രി നമ്മുടെ സെൻട്രം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ കുറേ ആയി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നോക്കി നോക്കൂ, നല്ല ഭംഗിയാണ് ലൈറ്റ്സ് ഒക്കെ ആയിട്ട്. നല്ല ചെറിയ കാറ്റുണ്ട്. അമ്മയ്ക്ക് ഇപ്പോൾ തണുത്ത് തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അമ്മയ്ക്ക് ഒട്ടും തണുപ്പ് പറ്റില്ല. വിഷ്ണു, ആ ജാക്കറ്റ്സ് ഒന്നും ഇറക്കായിരുന്നു നമുക്ക് ഗരാജിൽ നിന്ന്. ചെറിയ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു വ്ളോഗ് കൂടുതൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ വലിയ കാര്യമില്ലല്ലോ. ഒരു കാര്യം കൂടെ പറയാം, ഒരു ഇൻഫർമേഷൻ ഒന്ന് നിർത്താം. ബിബിലോത്തീക് എന്ന് പറഞ്ഞാൽ ഡച്ചിലെ ലൈബ്രറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയ ലൈബ്രറി ആയിരിക്കണം ഇത്. വായന എന്ന് പറഞ്ഞ ശീലം ഒട്ടുമില്ലാത്തത് കാരണം ഇന്നേ വരെ ഒരു ബിബിലോത്തീക്കിലും കയറിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതോടുകൂടെ നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. വിഷ്ണു, ടാറ്റ. ഒരു ടാറ്റ പറയൂ. ബർത്ത്ഡേ ആണോ ചോദിച്ചാ? ബർത്ത്ഡേ നന്നായി, ഉഷാറായി പറയൂ. നല്ലോണം നന്നായി, അൺഎക്സ്പെക്റ്റഡ് അല്ലേ? ഓക്കെ, ഉഷാറായി പറയണം. ഉഷാറായി. 60-ാം പിറന്നാളാ നന്നായത്, 61-ാം പിറന്നാളാ നന്നായത്. രണ്ടും 2 വൈബല്ലേ?
ഒന്ന് അവിടെ വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് ഒന്ന് ഇവിടെ വെച്ചല്ലേ നന്നായി പറഞ്ഞാള് നന്നായി.